Hi all, welcome to I Plus. ഞാൻ അക്ഷര. സീറ്റഡ് എക്സാമിനേഷനും ഗേറ്റഡ് എക്സാമിനേഷനും ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഇംഗ്ലീഷ് പെഡഗോജി പലപ്പോഴും എന്താണ് സ്റ്റുഡൻസിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. പ്രത്യേകിച്ച് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലാതുള്ളവർക്ക് പല ടേംസും പുതുമ തോന്നും. അപ്പോൾ ആ പുതുമ തോന്നി ഇരുന്നിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖല തന്നെയാണ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ 30 മാർക്കാണ് വരുന്നത്. അവിടെ 15 മാർക്കിന് കോംപ്രിഹെൻഷനും 15 മാർക്കിന് പെഡഗോജിയും ആണ്. അപ്പോൾ നോക്കിക്കേ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പെഡഗോജി എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ നോക്കിയാൽ മതി എത്രത്തോളം ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളിലും കോമൺ ആയിട്ട് വരുന്ന കുറേ ടേംസ് ഉണ്ട്. ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ആയിട്ട് സ്ഥിരമായിട്ടൊരു ടച്ച് വരാനായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഇന്ന് 5 ചോദ്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. Which of the following is linguistically correct about languages and dialect? ലാംഗ്വേജും ഡയലക്റ്റും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവയെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ്. ലാംഗ്വേജ് ഹാവ് their own script but dialects do not have their own script. There is no well defined linguistic difference between a language and a dialect. Language have written literature but dialects are only based on oral traditions. Language and dialects are linguistically different but geographically same. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താ ഡയലക്റ്റ് എന്നൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് എന്താണ് അയ്യോ ഇതെന്താണ് എന്നുള്ളൊരു സംശയം വരും. ഡയലക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലാംഗ്വേജിനെ നമ്മൾ പ്രാദേശികമായി ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതൊരു വ്യക്തി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാകുമ്പോൾ അതിനെ എന്ത് പറയും? ഇഡിയോലക്റ്റ് എന്ന് പറയും. ലാംഗ്വേജ് എന്താണെന്ന് നമുക്കറിയാം. കുറേ സിസ്റ്റം ഓഫ് സൈൻസ് ആൻഡ് സിമ്പിൾസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിനെ ഒരു പ്രാദേശികമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡയലക്റ്റ് എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കേരളം എടുക്കുമ്പോൾ തന്നെ ഇത്രയും കേരളത്തിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഏരിയയിലും ഒരുപോലെയാണോ മലയാളം സംസാരിക്കുന്നത്? അല്ല, വ്യത്യസ്തമായിട്ടുള്ള മലയാളങ്ങളാണല്ലേ. അപ്പോൾ അതൊക്കെ ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള വേരിയേഷൻസ് ആണ്. ഇനി നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു ശൈലി ഉണ്ടാവുമല്ലോ. അതിനെ നമ്മൾ എന്ത് പറയും? ഇഡിയോലക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാംഗ്വേജും അതേപോലെ തന്നെ എന്താണ് ഡയലക്റ്റും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ കറക്റ്റായിട്ട് കൂട്ടത്തിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് ഹാവ് ദെയർ ഓൺ സ്ക്രിപ്റ്റ് ബട്ട് ഡയലക്ട്സ് ഡു നോട്ട് ഹാവ് ദെയർ ഓൺ സ്ക്രിപ്റ്റ്. ലാംഗ്വേജിന് സ്ക്രിപ്റ്റ് ഉണ്ട്, എന്താണ് ഡയലക്റ്റിന് സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലാംഗ്വേജ് ഹാവ് റിട്ടൺ ലിറ്ററേച്ചർ ബട്ട് ഡയലക്ട്സ് ആർ ഓൺലി ബേസ്ഡ് ഓൺ ഓറൽ ട്രഡീഷൻ. ലാംഗ്വേജിനാണെങ്കിൽ റിട്ടൺ ലിറ്ററേച്ചർ ഉണ്ട്. ഡയലക്റ്റ് എന്ന് പറയുന്ന ഓറൽ ട്രഡീഷൻ വാമൊഴിയായിട്ട് പകർന്നു വരുന്നതാണെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. ലാംഗ്വേജ് ആൻഡ് ഡയലക്ട്സ് ആർ ലിംഗ്വിസ്റ്റിക്കലി ഡിഫറെൻറ്റ് ബട്ട് ജോഗ്രഫിക്കലി സെയിം. ലിംഗ്വിസ്റ്റിക്കലി ഡിഫറെൻ്റ് ആണ്, ജോഗ്രഫിക്കലി സെയിം ആണെന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. പിന്നെ എന്താണ്? ദർ ഇസ് നോ വെൽ ഡിഫൈൻഡ് ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ ലാംഗ്വേജ് ആൻഡ് ഡയലക്റ്റ്. ലാംഗ്വേജും ഡയലക്റ്റും തമ്മിൽ അത്ര വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ഇല്ല. ഓക്കെ, അതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ എ ലാംഗ്വേജ് ആൻഡ് ഡയലക്റ്റ് ഈസ് ഓഫൺ സോഷ്യൽ, പൊളിറ്റിക്കൽ ഓർ കൾച്ചറൽ. ചില സമയത്ത് എന്ത് വരാം? ഡിഫറൻസ് വരാം. പക്ഷേ അതെന്താണ്? സാമൂഹ്യപരമായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഭാഷാ അടിസ്ഥാനത്തിലല്ല. ലാംഗ്വേജും ഡയലക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് തമ്മിൽ പറയത്തക്ക ഡിഫറൻസ് ഇല്ല. ആൾമോസ്റ്റ് എന്താണ്? സെയിം ആണ്. ലിംഗ്വിസ്റ്റിക്കലി ബോത്ത് ഫോളോ ഗ്രാമാറ്റിക്കൽ സിസ്റ്റം. ലിംഗ്വിസ്റ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് ആവട്ടെ ഡയലക്റ്റ് ആവട്ടെ രണ്ടും ഒരുപോലെയുള്ള ഗ്രാമാറ്റിക്കൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവ തമ്മിൽ എന്താണ്? പ്രത്യക്ഷത്തിൽ അത്ര വലിയൊരു ഡിഫറൻസ് ഇല്ല എന്നതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, വീര ഈസ് എ 7-month-old infant. She is now making vocalization that combine consonants and vowels. She is communicating using which of the following? അപ്പോൾ നോക്കിക്കേ, 7-month-old ആയിട്ടുള്ള ഇൻഫൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് ആപ്ലിക്കേഷൻ ലെവലിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ലെവലിൽ പറയുകയാണ്. 7 മാസമുള്ള ഒരു കുട്ടി. ഈ ചോദ്യത്തെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കാം. 7 മാസമുള്ള കുട്ടിയുടെ ഏത് സ്റ്റേജ് ആയിരിക്കും കുട്ടി ലാംഗ്വേജ് പ്രൊഡ്യൂസ്
ചെയ്യുന്നില്ല ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കാം. പക്ഷേ ഇവിടെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ തന്നു. വീര 7 വയസ്സുള്ള കുട്ടിയാണ്, 7 മാസം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയാണ്. വോക്കലൈസേഷൻ കൺസണൻസും വവൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ശബ്ദങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഷീസ് കമ്മ്യൂണിക്കേറ്റിംഗ് യൂസിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. കോയിങ്, ലിംഗ്വിസ്റ്റിക് സ്പീച്ച്, ഫോണീം, ബാബ്ലിംഗ്. നമുക്ക് 7 മാസമുള്ള ഇൻഫൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് ഉത്തരം കിട്ടും. അവിടെ കുട്ടി ഉപയോഗിക്കുന്ന ഭാഷ ഏത് രീതിയിലായിരിക്കും? വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ കുട്ടി പറയില്ല. ഷീസ് ജസ്റ്റ് ബാബ്ലിംഗ് എന്ന് നമുക്ക് പറയാമല്ലേ. അവിടെ ബാബ്ലിംഗ് ആണ് ആ ഒരു സ്റ്റേജിൽ കുട്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഡെവലപ്മെൻറ്റ് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ആ കുട്ടി ഫിസിക്കലി ഡെവലപ്പായി വരുന്നതനുസരിച്ച് ലാംഗ്വേജിലും എന്തുണ്ടാകുന്നുണ്ട്? ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പ്രൊഡക്റ്റീവ് വൊക്കാബുലറി? എന്താണ് പ്രൊഡക്റ്റീവ് വൊക്കാബുലറി? സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ടേമാണ് പ്രൊഡക്റ്റീവ് വൊക്കാബുലറി. എന്താണെന്ന് നമുക്ക് നോക്കാം. വേർഡ്സ് ദാറ്റ് വി യൂസ് ഇൻ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്, വേർഡ്സ് വിച്ച് ആർ ന്യൂ ടു ദ റീഡർ, വേർഡ്സ് വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ആസ് വി ഹിയർ, വേർഡ്സ് നോട്ടീസ് വെൻ വി റീഡ് ബിയോണ്ട് ദ ലൈൻസ്. അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്? റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രൊഡക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. വേർഡ്സ് വിച്ച് ആർ ന്യൂ ടു ദ റീഡർ, റീഡറിന് പുതുമയുള്ള വാക്കുകളെ പ്രൊഡക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുമോ? പറയില്ല. വേർഡ്സ് വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ആസ് വി ഹിയർ, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിനെ പ്രൊഡക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയൂ? പറയില്ല. വേർഡ്സ് നോട്ടീസ്ഡ് വെൻ വി റീഡ് ബിയോണ്ട് ദ ലൈൻസ്, നമ്മൾ വായിച്ചിട്ട് അതിനെക്കുറിച്ച് എന്താണ് ആധികാരികമായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് അതിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വായിക്കുന്ന സമയത്ത് നോട്ടീസ് ചെയ്യുന്ന വാക്കുകളെയാണോ? ഒരിക്കലും അല്ല. പിന്നെ എന്താണ്? റീഡിങ്ങിലും സ്പീക്കിങ്ങിലും ഉപയോഗിക്കുന്ന നമ്മൾ നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കില്ലല്ലേ, പ്രൊഡക്റ്റീവ് സ്കിൽസ് അല്ലേ? എന്തൊക്കെയാണ്? സ്പീക്കിങ്ങും റൈറ്റിങ്ങും. അതെന്താണ്? പ്രൊഡക്റ്റീവാണ്. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന സ്കിൽസ് ഏതൊക്കെയാണ്? നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, മറ്റൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. അങ്ങനത്തെ സ്കിൽ ഏതൊക്കെയാണ്? ലിസണിങ്ങും റീഡിങ്ങും. അപ്പോൾ നമുക്കറിയാം 4 സ്കില്ലുകളാണുള്ളത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് കേട്ടോ. എന്തൊക്കെയാണ്? LSRW. ഈ ഓർഡർ ആദ്യം പഠിച്ചു വെക്കണം, മറക്കരുത്. ഏതുറക്കത്തിൽ ചോദിച്ചാലും ചില സമയത്ത് എന്താണ് അത് അറേഞ്ച് ചെയ്യാനായിട്ട് വരെ ചോദ്യം ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ കാര്യമല്ലേ. ആദ്യം ലിസൺ ചെയ്യുന്നു, പിന്നെ സ്പീക്ക് ചെയ്യാൻ പഠിക്കുന്നു, പിന്നെ റീഡ് ചെയ്യുന്നു, പിന്നെ റൈറ്റ് ചെയ്യാൻ പഠിക്കുന്നു. അപ്പോൾ ആ ഒരു ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ ലിസണിങ്ങും റീഡിങ്ങും എന്താണ്? ലിസൺ ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ റിസീവ് ചെയ്യുന്നതാണ്. എന്നാൽ സ്പീക്കിങ്ങും റൈറ്റിങ്ങും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ വെച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മളിവിടെ കണ്ട പ്രൊഡക്റ്റീവ് വൊക്കാബുലറി. പ്രൊഡക്റ്റീവ് വൊക്കാബുലറി എവിടെയാണ്? നമ്മൾ റൈറ്റിങ്ങിലും എഴുതാനും സംസാരിക്കാനും ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് എന്ത് പറയുക? പ്രൊഡക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുക. അപ്പോൾ നമുക്ക് കൂടുതൽ ലാംഗ്വേജുമായിട്ട് എക്സ്പോഷർ കിട്ടുന്ന അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന സ്കില്ല് ഇൻക്രീസായി വരും. അടുത്ത ചോദ്യം, which of the following is not explained by the concept LAD? LAD എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തണം. എന്താണ് LAD? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന സ്ഥിരമായിട്ട് നമ്മുടെ ചോദ്യപേപ്പറിൽ കാണുന്ന ഒരു ടേമാണ്. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് ഇതിൻ്റെ ആശയം? സ്ഥിരം ചോദ്യമാണ്. ഇപ്പം തന്നെ പഠിച്ചു വെച്ചോണേ. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആയിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഹൗ ചിൽഡ്രൻ ലേൺ ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആലങ്കാരികമായിട്ട് സംസാരിക്കുന്നില്ല, അതിൻ്റെ കാര്യമാണ് കേട്ടോ. വൈ ദ ലിംഗ്വിസ്റ്റിക് ഔട്ട്പുട്ട് ഓഫ് ചിൽഡ്രൻ ഈസ് മോർ ദാൻ ദ ഇൻപുട്ട് ദേ ഗെറ്റ്. ലിംഗ്വിസ്റ്റിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവരിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഇസ് മോർ ദാൻ ദ ഇൻപുട്ട് ദേ ഗെറ്റ്. അവർക്ക് കിട്ടുന്ന ഇൻപുട്ടിനേക്കാൾ കൂടുതലാണ്. അതിനെക്കുറിച്ച് പറയുന്നതാണോ? ഹൗ ചിൽഡ്രൻ ലേൺ ദെയർ ഫസ്റ്റ് ലാംഗ്വേജ്. എങ്ങനെയാണ് കുട്ടികൾ അവിടെ ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കുന്നത് എന്നതാണോ?
ഹൗ ചിൽഡ്രൻ ആർ ഏബിൾ ടു ലേൺ ലാംഗ്വേജ് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് 4 to 5 years. ഒരു 4 to 5 years എന്നുള്ള ചെറിയ സ്പാനിൽ തന്നെ കുട്ടികൾ എങ്ങനെ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പഠിക്കുന്നു. അപ്പോൾ ഇതിലെന്താണ് ലാഡുമായിട്ട് ബന്ധമില്ലാത്തത് എന്നാണ് ചോദ്യം. ലാഡുമായിട്ട് ബന്ധമില്ലാത്തത് എന്താണ്? ഹൗ ചിൽഡ്രൻ ലേൺ ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ആലങ്കാരികമായിട്ട് സംസാരിക്കാൻ കുട്ടി പഠിക്കുന്നത് ലാഡുമായിട്ട് ബന്ധമുള്ളതല്ല. ലാഡ് എന്താണ്? നോം ചോംസ്കി മുന്നോട്ട് വെച്ച ഒരു ആശയമാണല്ലേ. ഓൾറെഡി എല്ലാവരിലും എല്ലാ ഹ്യൂമൻ ബീയിങ്ങിലും ഉള്ള ഒരു ഡിവൈസാണ്. ഇമാജിനറി ആണ് കേട്ടോ. ആ ഡിവൈസ് എന്ത് ചെയ്യും? ലാംഗ്വേജുമായിട്ട് എക്സ്പോഷർ കിട്ടുന്ന സമയത്ത് ട്രിഗർ ആവും, ആക്ടിവേറ്റ് ആവും. അതുകൊണ്ടാണ് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ലാംഗ്വേജ് പഠിക്കാനായിട്ട് പറ്റുന്നത്. ലോകത്ത് എവിടെ നോക്കിയാലും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുള്ള ആശയം നോം ചോംസ്കി പറഞ്ഞത്. അപ്പോൾ ലാഡുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ തന്നെയാണ് ബാക്കി 3 ഓപ്ഷൻസിൽ വരുന്നത്. എന്തൊക്കെയാണ്? വൈ ദ ലിംഗ്വിസ്റ്റിക് ഔട്ട്പുട്ട് ഓഫ് ചിൽഡ്രൻ ഈസ് മോർ ദാൻ ദ ഇൻപുട്ട് ദേ ഗെറ്റ്. അപ്പോൾ അവർ കിട്ടുന്ന ഇൻപുട്ടിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണ്? കുറേ വേർഡ്സ് അവർ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്ന വേർഡ്സ് ഉപയോഗിച്ച് വീണ്ടും 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 എന്ത് ചെയ്യാൻ പറ്റും? പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഹൗ ചിൽഡ്രൻ ലേൺ ദ ഫസ്റ്റ് ലാംഗ്വേജ്. പ്രധാനമായിട്ടും ലാഡ് എന്ന് പറയുന്ന സംഗതി ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ആദ്യം പഠിക്കുന്നതിൽ. ആദ്യം എക്സ്പോഷർ കിട്ടുന്ന ലാംഗ്വേജ് ഏതായിരിക്കും? നമ്മുടെ മദർ ടങ് ആയിരിക്കും. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ സംസാരിക്കുന്ന നമുക്ക് എക്സ്പോഷർ കിട്ടുന്ന ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ ആ ലാംഗ്വേജ് എങ്ങനെ പഠിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ശരിയാണ്. Then how children are able to learn language within a short span of 4 to 5 years. ഈ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സാധനമൊന്നുമല്ലല്ലേ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 4-5 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ ലാംഗ്വേജ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് പഠിക്കുന്നു. അപ്പം ലാഡിനെ കുറിച്ച് മനസ്സിലായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ സ്പീച്ച് കമ്മ്യൂണിറ്റി ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡിഫറൻ്റ്ലി ബൈ 2 different സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ് ഓഫ് സ്പീക്കേഴ്സ്. ദിസ് ഡിഫറൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നമ്മൾ മുമ്പുള്ള ക്ലാസ്സിലും പറഞ്ഞാണല്ലോ. ഇപ്പോൾ കേരളം എടുത്തു കഴിഞ്ഞാൽ എല്ലാ മലയാളികളും ഒരുപോലെ അല്ല മലയാളം സംസാരിക്കുന്നതും. എല്ലാ ഭാഷയിലും എന്താണ് വൈവിധ്യങ്ങളുണ്ട്. അത്തരത്തിലൊരു എക്സാമ്പിളാണ് തന്നേക്കുന്നത്. എന്താണെന്ന് നോക്കാം. സൗണ്ട് എന്നുള്ള സൗണ്ട് 2 സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ് ഉള്ള സ്പീക്കേഴ്സ് 2 രീതിയിൽ സംസാരിക്കുന്നു. ഒരു സ്പീച്ച് കമ്മ്യൂണിറ്റിയാണ്. എന്നാൽ എന്താണ് അതിനകത്ത് തന്നെ സോഷ്യോ എക്കണോമിക്കലി 2 തട്ടിൽ നിൽക്കുന്ന ഗ്രൂപ്പ്. അവർ ആ ഒരു സൗണ്ട് 2 രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെന്തിൻ്റെ എക്സാമ്പിളാണ്? സോഷ്യോ കൾച്ചറൽ വേരിയബിൾ, സോഷ്യോ സൈക്കോളജിക്കൽ വേരിയബിൾ, സോഷ്യോ ലിംഗ്വിസ്റ്റിക് വേരിയബിൾ, എ പ്രാഗ്മാറ്റിക് വേരിയബിൾ. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. എന്താണ് ഉത്തരം വരിക? സോഷ്യോ ലിംഗ്വിസ്റ്റിക് വേരിയബിൾ. അതെങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടി? ഉത്തരം കിട്ടാനുള്ള കാര്യം എന്താ? ആദ്യം പറഞ്ഞേക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ലാംഗ്വേജിനെ കുറിച്ചാണ്. ഉറപ്പിച്ചു. ലിംഗ്വിസ്റ്റിക് ആണെന്ന് ഉറപ്പിച്ചു. പിന്നെ എന്താണ്? സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ് ഓഫ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞു. സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും എന്താണ് 2 തരത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ എന്ത് വന്നു? സോഷ്യൽ ഡിഫറൻസ് വന്നു. ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്താൽ മതി, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. സോഷ്യോ ലിംഗ്വിസ്റ്റിക് വേരിയബിൾ ആണ് ഇവിടെ ആൻസർ വരിക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. മറ്റ് ഒരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.